ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഷോർട്സ് ആണെങ്കിലും കുറേ നാളായിട്ട് ഞാൻ ഇടാറില്ല. ഇപ്പം അടുത്താണ് റിലേറ്റബിൾ ഷോർട്സൊക്കെ ഒന്ന് ഇടുന്നത്. എൻ്റെ ചാനലിൽ ചത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇട്ട് തുടങ്ങാം മര്യാദയ്ക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു കുട്ടി ഓഫീസ് ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാം. ചിലവർക്കെങ്കിലും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പോയിട്ട് വരാം. ഞാൻ എന്തെങ്കിലും നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റായി. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ ഓഫീസ് യൂണിഫോം. എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഇന്ന് എന്തിടണം നാളെ എന്തിടണം. എനിക്കങ്ങനെ ഒരു സാധനമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എൻ്റെ എല്ലാ ഡ്രസ്സുകളും എൻ്റെ പെട്ടിക്കകത്തും എൻ്റെ അലമാരിക്കകത്തും ഭദ്രമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ യൂണിഫോം. 2 കളറുണ്ട്, ഒന്ന് ബ്ലാക്കും ഒന്ന് ഗ്രീനും. സോ അങ്ങനെയൊന്നുമില്ല, ആദ്യമൊക്കെ ഒരു ദിവസം ബ്ലാക്ക് ഒരു ദിവസം ഗ്രീൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സംഭവമില്ല. തോന്നുന്ന ദിവസം തോന്നുന്നതിടും. ഓക്കെ, ഇത് ഞാൻ വെക്കുന്നത് ഓൾറെഡി എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഞാനിടുന്ന പ്രൊഡക്ട്സും കൂടെ ഹെയറിൽ പെട്ട് കൂടുതൽ ഡ്രൈ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്ന ഒരു ഹാമ്പറിൽ ഉണ്ടായിരുന്ന സാധനമാണ്. പിങ്കി ഹാമ്പറായിരുന്നു. അത് ഞാൻ ഓൾറെഡി ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിപ് ബാം ഇടണം ഫസ്റ്റ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കാര്യം. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോമ്പിനേഷൻ സ്കിന്നാണ്. ചില സ്ഥലത്ത് എനിക്ക് കൂടുതൽ ആധ്യാത്മികമായി പറയാനോ സയൻറ്റിഫിക്കായി പറയാനോ ഒന്നും അറിയില്ല. എൻ്റെ ഫേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആവും ചില സ്ഥലത്ത്, ഓൺലി ഈ ഏരിയയിൽ ആൻഡ് ഈ ഏരിയയിലൊക്കെ ഡ്രൈ ആവും. പക്ഷേ ഈ ഏരിയയിലും പിന്നെ ഇവിടെയൊക്കെ നല്ലോണം ഓയിലി ആവും ഫേസ് കുറച്ച് കഴുകി കഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഇത് ടോണറാണ്. ടോണർ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യും. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീം ഇടും, പൗഡർ ഇടും, അത്രേ ഉള്ളൂമായിരുന്നു എൻ്റെ സ്റ്റെപ്പ്. ഇപ്പോൾ ഞാൻ രാവിലെ ഈ പറയുന്ന സ്റ്റെപ്സൊക്കെ ചെയ്യും. രാത്രി ലിപ് ബാമും മോയ്സ്ചറൈസർ ഇടും. ദാറ്റ്സ് ഇനഫ് ഫോർ മീ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ എന്താ പറയുക, അലങ്കോലമാക്കാറില്ല ഞാൻ കൂടുതൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ല. ആൻഡ് ദ മെയിൻ തിങ് ഇസ്, ഞാൻ പ്രൊഡക്ട്സ് മാറ്റി യൂസ് ചെയ്യുന്ന ഒരാളും അല്ല. എനിക്കൊരു പ്രൊഡക്റ്റിൻ്റെ സ്കിന്നിന് സെറ്റായി എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് വർഷങ്ങളോളം യൂസ് ചെയ്യും. ഈ സാധനം ഞാൻ ടോണർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് മന്ത്സ് ആയിട്ടുള്ളൂ. ഐ തിങ്ക് ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിൽ ഓഫ് ടോണറാണ്. ദുബായിൽ വന്നതിന് ശേഷമാണ് ഞാൻ ടോണർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിൽ ഓഫ് ടോണറാണ്. ഞാൻ ഇത് എപ്പോഴാണ് വാങ്ങിക്കാൻ തുടങ്ങി? ഞാനിത് ഐ തിങ്ക് ജനുവരിയിലാണ് ഈ ബോട്ടിൽ വാങ്ങിക്കുന്നത്. അപ്പോൾ ജനുവരിയിൽ ഞാൻ വെച്ചു ഈ ഇയർ ഞാൻ ടോണർ കൂടെ എക്സ്ട്രാ യൂസ് ചെയ്യാം വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം എൻ്റെ ഭയങ്കര കുറ്റു കുരുക്കളും ഭയങ്കര പോഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫേസിലെ കുറ്റു കുരുക്കളൊക്കെ മാറി എൻ്റെ ഫേസിൽ ഇതിലും കൂടുതൽ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം എന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സമയം എടുത്തത് പോകും. എൻ്റെ കുറ്റു കുരുക്കളൊക്കെ ഇപ്പോൾ 90% പോയി. പോഴ്സൊക്കെ നല്ല കുറവുണ്ട് ഈ വലിയ പോഴ്സിന്. എനിക്ക് തന്നെ കുണ്ടും കുഴിയായിട്ടിരുന്ന മുഖത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് കാണിക്കാനുള്ള ബിഫോർ ഫോട്ടോസ് ഒന്നും എൻ്റെ ഇല്ല, ഒക്കെ എഡിറ്റഡ് ആയിരിക്കും ഈ കഴിച്ചുന്നതായിട്ട്. അപ്പോൾ ടോണർ അടിക്കുക. ഇത് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കോറക്സിൻ്റെ ടോണർ, കോറക്സ് പ്രൊഡക്റ്റ് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ, എനിക്കൊരു ആകാംക്ഷ തോന്നി വാങ്ങിച്ചു, യൂസ് ചെയ്തു, എനിക്ക് വർക്കായി. ഗൈസ്, എനിക്ക് 10 മണിക്കാണ് ഡ്യൂട്ടി. ഇപ്പോൾ സമയം എത്ര മണിയായി നിങ്ങൾക്കറിയോ? 9:50 ആയി. 10 മിനിറ്റ് ഉള്ളൂ എനിക്ക് റെഡിയാകാൻ. എൻ്റെ റെഡിയായി കഴിഞ്ഞ് വരുമ്പോൾ അത് 10:15 കുഴപ്പമില്ല, ബോസ് ഒരു നല്ല മനുഷ്യരാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ പറയും ബോസ് എനിക്കൊന്ന് വയ്യ ബോസ്, ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തോട്ടെ, ഓക്കെ ആക്കില്ല. സാലറി ഒന്നും കട്ടിയില്ല. ഒരു മനുഷ്യപ്പറ്റുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇത് സെയിം ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഫേസിൽ ബോഡിയിലൊക്കെ ബോഡി ലോഷൻ യൂസ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് പിൽഗ്രിമാണ്. പിൽഗ്രിം എന്താ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഇവിടെ നൂണിൽ ഓർഡർ ചെയ്തപ്പോൾ പിൽഗ്രിമിൻ്റെ ഇത് കിട്ടി, സാമ്പിൾ ഈ സാധനം കിട്ടി. അപ്പോൾ എനിക്കത് യൂസ് ചെയ്ത് എനിക്ക് കുറച്ച് ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് അതിൻ്റെ ബിഗ് ബോട്ടിൽ വാങ്ങിച്ച് ടപ്പ. അപ്പോഴാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കോറക്സിൻ്റെ ഈ സംഭവമാണ്. എനിക്ക് ഇതൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ കോറക്സിൻ്റെ ഇത് യൂസ് ചെയ്യുന്ന കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്നാൽ അതിൻ്റെ മോയ്സ്ചറൈസർ കൂടെ യൂസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത്. ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, ഞാനിത് നിങ്ങൾ വാങ്ങിക്കണം, ഇത് ഒരു പ്രൊമോഷൻ കണ്ടന്റ് ഒന്നുമല്ല. ഞാൻ എൻ്റെ സ്റ്റെപ്സും എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ബ്യൂട്ടി ഓഫ് ജോസിയോൺ അങ്ങനെ എഴുതിക്കുന്നത്.
ജോസിയൻ. ഐ ഡോണ്ട് നോ ഗൈസ്, ആൻഡ് ഐ ലവ് ദിസ് വൺ. ഇവിടെ വന്നിട്ട് ഒരു വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇനി ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഇനി ഇതിനേക്കാളും നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്നവരെ ഐ ഡോണ്ട് നോ, ഞാനത് യൂസ് ചെയ്ത് നോക്കിയാൽ അറിയുള്ളൂ ഇതിനേക്കാളും നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പല ഇതുണ്ട്, പക്ഷേ ഞാനിതാണ് 1 ഇയറായി യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല വർക്കായി. അപ്പോൾ ഞാൻ വേറെ ഒന്നും പിന്നെ അതിൻ്റെ ഇടയിൽ വാങ്ങിക്കാൻ പോയിട്ടില്ല. 1 ഇയറായി ഇത് തന്നെയാണ്. ഇതിൻ്റെ 3ാമത്തെയോ 4ാമത്തെയോ ട്യൂബാണ് ഗൈസ്. മര്യാദയ്ക്ക് യൂസ് ചെയ്താൽ ഒരു 2 months വരെ ഒരു ട്യൂബ് നിൽക്കും. ഓക്കെ, നെക്സ്റ്റ്, ഇത് ഞാൻ മോർ ദാൻ 5 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് പോൺസിൻ്റെ ഡേ ക്രീം. ഓക്കെ, ഇത് ഞാൻ മസ്റ്റായിട്ടിടും. ഇത് ഞാൻ ഐ തിങ്ക് ഒരു എൻ്റെ +2 കഴിഞ്ഞ കാലഘട്ടം തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡേ ക്രീമാണ് ഗൈസ്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് 5 വർഷമായിട്ട്, എൻ്റെ എത്രാമത്തെ ഡപ്പയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല, അത്രയും എനിക്ക് വർക്കായ സാധനമാണിത്. അതുകൊണ്ട് 5 ഇയറായി ഞാൻ ഈ സെയിം സാധനം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇനി എന്താണ് ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും സെറ്റിംഗ് പൗഡർ എന്നൊക്കെയാണ് വരെ, പൗഡർ എടുക്കാൻ മറന്നുപോയി ഗൈസ്, ഞാൻ എടുത്തിട്ട് വരാം. സെറ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്യാറ് നോർമലി എല്ലാവരും, ബട്ട് ഞാൻ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുക. ആൻഡ് ഓൾവേസ് ഐ യൂസ്, എപ്പോൾ ഫോൺ സ്ക്രീനിലോട്ട് മാറിയോ അപ്പോൾ തൊട്ട് ഞാൻ പോൺസിൻ്റെ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് കോമ്പാക്ട് പൗഡറോ സെറ്റിംഗ് പൗഡറോ സെറ്റിംഗ് സ്പ്രേയോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യും. അടുത്തിട്ട് ഗൈസ്, ഞാൻ ഐബ്രോ പെൻസിൽ കൊണ്ടാണ് ചെയ്യാറ്. ഐബ്രോ പെൻസിൽ കഴിഞ്ഞു പോയി. ആൻഡ് ഞാനാണെങ്കിൽ റൂം മാറാൻ പോവാണ്, സ്ഥലം മാറാൻ പോവാണ്. അപ്പോൾ എല്ലാം കൂടി കെട്ടി പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് എല്ലാം കൂടി കെട്ടിപ്പറക്കി അടുത്ത റൂമിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം വറ്റിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും മാക്സിമം യൂസ് ചെയ്ത് തീർക്കുകയാണ്. അവിടെ പോയിട്ട് അടുത്ത മന്ത്ലി ബഡ്ജറ്റിൽ സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഐബ്രോ പെൻസിൽ തീർന്നു പോയി ഗൈസ്. അത് തീർന്നു, ഇനി ഷാർപ്പൻ ചെയ്യാനില്ല. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ എൻ്റെ മസ്കാര പെട്ടത്. ഇതധികം ലോങ് ലാസ്റ്റിംഗ് ഉള്ള മസ്കാര ഒന്നുമല്ല, ഞാനധികം യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും യൂസ് ചെയ്യുള്ളൂ. ആൻഡ് ദിസ് ഇസ് ഫ്രം സ്റ്റുഡിയോ. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്തു. ഇതൊരു ഹാക്കാണ്, ഞാനൊന്ന് ട്രൈ ചെയ്തു. ആർക്കൊക്കെ അറിയാമെന്നും എനിക്കറിയത്തില്ല. ഞാനൊന്ന് ട്രൈ ചെയ്തു. ഞാൻ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്ത്, ഔട്ട്ലൈൻ മാത്രം ഇട്ടു, അതിലേക്ക് മറ്റേ ദിഗംബരം പോലെ ഇരിക്കുന്നത് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്ത് ഞാൻ എൻ്റെ ഐബ്രോ ജെൽ ഇട്ടപ്പോൾ സെറ്റ് പെർഫെക്റ്റ്. ഞാൻ ഇതിടാം. എൻ്റെ ഔട്ട്ലൈൻ മാത്രം മതി. ഞാൻ അധികമായിട്ട് അങ്ങനെ വരച്ചെഴുതുന്ന ഒരു വ്യക്തിയല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഐബ്രോ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അധികം ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ ഷെയ്ഡിൻ്റെ ഐബ്രോ ജെല്ല് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ ഐബ്രോ ജെല്ലും കൂടെ ഞാനിതിൻ്റെ മേലെ ഒന്നും അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസ് അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ പണ്ടൊക്കെ നല്ല കട്ടിക്ക് ഈ പറമ്പായി എന്താ പറയുക, കണ്ണിൻ്റെ പകുതിയോളം ഐലൈനർ ഇട്ട് നടന്നിരുന്ന ഒരാളാണ്. എഴുതി ചെറുതായി എഴുതണം എന്ന് വിചാരിച്ച് എഴുതി പകുതി കട്ടിയാകണം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഞാനൊരു ലൈറ്റായിട്ട് ഐലൈനർ എഴുതി കൊടുക്കുള്ളൂ. ആൻഡ് ദിസ് ഐലൈനർ എന്താ പറയുക, ഈ സാധനം ഐടെക്സിൻ്റെ സാധനം ഞാൻ വന്നിട്ട് ചെറുപ്പത്തിൽ ഐലൈനർ എഴുതാൻ തുടങ്ങിയ കാലം മുതൽ യൂസ് ചെയ്യുന്ന സാധനം. ഇപ്പോഴും ഇതന്നെ യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവരുടെ പുറത്തയക്കാൻ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയും. ഐ ഡോണ്ട് നോ, ഒരു സാധനം ഞാൻ ഒബ്സസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതന്നെ മതി, വേറെ ഒന്നും വേണ്ട. എത്ര നല്ല സാധനങ്ങളുണ്ടെങ്കിലും അത് വാങ്ങിക്കാൻ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഞാൻ ഈ സാധനമേ വാങ്ങിക്കുള്ളൂ. ഇത് എനിക്കറിയത്തില്ല, ഇന്ന് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുന്നു, കാരണം ആളവിടെ ഉണ്ടാവില്ല അധികം. എന്നാലും ഓക്കെ, ഇനി ഞാനൊരു ചെറിയൊരു പൊട്ടിട്ട് കൊടുക്കും. എനിക്കതൊരു മസ്റ്റാണ്. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് സംഭവങ്ങളുണ്ട്. എൻ്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടും ലിപ്സ്റ്റിക്കുമാണ് ഗൈസ്. ഇത് രണ്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണ്. പൊട്ടുന്നൊന്നും വലിയൊരു പൊട്ടില്ല, കുഞ്ഞൊരു ഡോട്ട്. ഡൺ. ഈ ഒരു സാധനം മതി. ഡാൻസ് ഒക്കെ കളിച്ചിരിക്കുന്നുണ്ട്. എത്ര മണിയായി ഈ സമയം നോക്കാൻ ഫോണിൽ എവിടെയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ലിപ്സ്റ്റിക് മെയിൻ പാർട്ട്. എൻ്റെ ലിപ്സ്റ്റിക് വേണ്ടത് നിങ്ങൾ ഞെക്കരുത് ഗൈസ്, കാരണം ഇതൊരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്. അങ്ങനെ ഓൾറെഡി ലിപ് ബാം ഫസ്റ്റ് ഒക്കെ ഉണ്ടായി, അതൊന്നും ഞാൻ കളയും. ഇതൊരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്, ലിപ്പ് ലൈനറാണ്. ഞാൻ ആദ്യം ഒരു ലിപ്പ് ലൈനറിൻ്റെ ഫുൾ കൊണ്ടിട്ടുള്ളൂ ഞാൻ, നോട്ട് ലൈക്ക് ലൈനർ. ഇതെനിക്കൊരു ബേസ് പോലെ തോന്നിയിട്ടുണ്ട് മറ്റേ ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ ഷെയ്ഡ് മൈഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്,
എനിക്കിഷ്ടമുള്ള ഷെയ്ഡുകൾ 1-2 ഉള്ളൂ. അതെന്നെ ഞാനിങ്ങനെ മാറ്റിയിടും. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് തീരാറായി. ഒരു മാർസിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, അതെന്താണെന്ന് പോലും കാണാനില്ല, കാരണം ഞാനത് യൂസ് ചെയ്ത് ഇത്രയും. എനിക്കറിയാം ഇപ്പോൾ ഇത് കാണാൻ വലിയ ഭംഗിയില്ലാന്ന്, പക്ഷേ ഐ നോ ടു അഡ്ജസ്റ്റ് ദാറ്റ്. ഇത് തീർന്നാലും ഞാനിങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് തീർന്നാലും ഞാൻ ഈ സാധനം കളയില്ല. ഇതുകൊണ്ട് ഞാൻ ഔട്ട്ലൈൻ ചെറുതായിട്ട് ഇട്ടത്. എനിക്കങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമല്ല, എനിക്ക് ഡാർക്ക് ഷെയ്ഡ്സാണ് ഇഷ്ടം. ഇതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്ലൈൻ നമ്മുടെ ലിപ്സിനെ കൊടുക്കും, ഒരു ഫിനിഷിങ് നമ്മുടെ ലിപ്സിനെ കൊടുക്കും. ഇപ്പം നേരത്തെ കണ്ടതും ഇപ്പം നമ്മളുടെ വ്യത്യാസം നോക്കും. ആൻഡ് ദ ലാസ്റ്റ് കോട്ടിങ് എന്ന രീതിക്ക് ഞാൻ ഒരു വെൽവെറ്റ് ലിപ് ടിൻറ്റും കൂടെ ഇട്ട് കൊടുക്കും. ആൻഡ് ദിസ് ഓൾസോ ഐ ലവ് ദിസ് ലിപ് ടിൻറ്റ്, മാഴ്സിൻ്റെ ആണ്. Done. My face is done. ഇനി നമുക്ക് ഹെയർ ചെയ്യാം. ഓക്കെ, മുടി കെട്ടിയിട്ട് വരാം ഗൈസ്. എനിക്ക് ഇത് കൂടെ മുടി കെട്ടാൻ പറ്റില്ല. ഇതിലൊരു ഹെയർ ക്രീം ഉണ്ട്. ആ ഹെയർ ക്രീം ഇത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ അറിയില്ല, കാരണം കേളി ഹെയർ അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഇങ്ങനെ ഇടയിൽ നിന്ന് ഇങ്ങനെ വരും, ഉറങ്ങിക്കിടക്കുന്ന സാധനം പൊങ്ങി വരും ഗൈസ് പുറത്തോട്ട്. അപ്പോൾ അതേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രീം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്യത്തില്ല, കാരണം എൻ്റെ സ്ഥിരം ഗെറ്റ് റെഡി വിത്ത് മീ സ്റ്റെപ്സും പ്രൊഡക്ട്സും ഇതൊക്കെ തന്നെയാണ് വർഷങ്ങളായി. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് മൈ മേ ബി ഇതിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഗെറ്റ് റെഡി വിത്ത് മീ വന്നാലേ ഞാൻ ഇനി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യത്തുള്ളൂ ഗൈസ്. അപ്പോൾ എനിവേസ് ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റായി, വേഗം പോട്ടെ. ഓക്കെ, എൻ്റെ വീഡിയോഗ്രാഫറും ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ സാറ് വന്ന് നോക്കുമ്പോൾ ആരും കണ്ടില്ലെങ്കിൽ സീനായാലും ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ മാനേജ്. Bye.